നിങ്ങൾക്കൊരു ലോകാത്ഭുതമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കപ്പൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സ്വീഡനിലെ വാസ മ്യൂസിയത്തിൽ. ഇതൊരു കാണുമ്പോൾ ഒരു സാധാരണ കപ്പലൊന്നല്ല. 1628 അതായത് നിങ്ങൾ ആലോചിക്കണം, ഏകദേശം 400 വർഷത്തിന് മുമ്പ് സ്വീഡൻ രാജാവ് ഗുസ്താവ് അഡോൾഫിന്റെ ഉത്തരവില് നിർമ്മിച്ച ഒരു യുദ്ധ കപ്പലാണ് നിങ്ങൾ ഈ കാണുന്നത്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തവും മനോഹരമായിട്ടുള്ള ഒരു യുദ്ധക്കപ്പൽ ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമുണ്ടായിരുന്നത്. എന്നാൽ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് നടന്നത്. ആദ്യ യാത്ര ആരംഭിച്ച് വെറും 1.3 അതായത് 1.3 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചപ്പോൾ ഒരു ശക്തമായ കാറ്റില് കപ്പൽ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോവാനുണ്ടായിരുന്നത്. അപ്പൊ തുറന്നിരുന്ന ഈ പീരങ്കി ജനലിലൂടെ ഒക്കെ വെള്ളം കയറി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കപ്പല് കടലിന്റെ അടിയിലോട്ട് ഇങ്ങനെ മുങ്ങി പോവാണ് ചെയ്തത്. ഏകദേശം 30 പേരാണ് ദുരന്തത്തിൽ അന്ന് മരിച്ചത്. അവിടെ തന്നെ 333 വർഷത്തോളം കടലിന്റെ അടിയിൽ കിടന്ന ഈ ഒരു കപ്പല്, ആലോചിക്കണം, 333 വർഷമാണ് കടലിന്റെ അടിയിൽ ഈ ഒരു കപ്പല് കിടന്നെന്നുള്ളത്. 1961 പിന്നീട് അതീവ ശ്രദ്ധയോടെയാണ് ഈ ഒരു കപ്പല് പുറത്തെടുത്തത്. ഈ ബാൽറ്റിക് കടൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഫുള്ളി ഭയങ്കര തണുപ്പാണ്, ഇങ്ങനെ എപ്പോഴും ഫ്രോസൺ ആയി കിടക്കും. അതുകൊണ്ട് തന്നെ തണുത്തതും കുറഞ്ഞ ഓക്സിജൻ ഉള്ളതുമായ വെള്ളമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മരത്തിനൊന്നും അങ്ങനെ പറ്റിയൊന്നുണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു വാസ കപ്പലിന്റെ ഏകദേശം 98% യഥാർത്ഥമായിട്ടുള്ള ഒരു മരമാണ്. ലോകത്ത് ഇത്രയും പൂർണ്ണ രൂപത്തില് സംരക്ഷിക്കപ്പെട്ട 17-ാം നൂറ്റാണ്ടിലെ ഏക യുദ്ധക്കപ്പലാണ് വാസ മ്യൂസിയത്തിലൂടെ നമ്മൾ കാണുന്നത്. കപ്പലിൽ ഏകദേശം 64 പീരങ്കികള്, 100 കണക്കിന് മനോഹരമായിട്ടുള്ള കൊത്തുപണികള്, രാജകീയമായിട്ടുള്ള അലങ്കാരങ്ങള്, ഇവയെല്ലാം ഇന്നും അതേ ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ശില്പവും അന്നത്തെ സ്വീഡന്റെ ശക്തിയും അഭിമാനവും പറയുന്ന കഥകളാണ്. ഈ മ്യൂസിയം ഒരു കപ്പലിന്റെ കഥ മാത്രം പറയുന്നതല്ല. അമിത ആത്മവിശ്വാസം, ഡിസൈനിന്റെ പിഴവ്, ചരിത്രം, എഞ്ചിനീയറിംഗ്, പുരാവസ്തു ഗവേഷണം ഇവയെല്ലാം ഒരുമിച്ച് പഠിക്കാനാവുന്ന അല്ലെങ്കിൽ ജീവനുള്ള ഒരു പാഠപുസ്തകമാണ് ഈ ഒരു വാസ മ്യൂസിയത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കപ്പലിനെ കുറിച്ച് കാണാൻ പറ്റുന്നത്. സ്റ്റോക്ക്ഹോമിൽ എത്താണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ നിങ്ങളിത് വന്ന് കാണണം. അതിന്റെ ആ ഒരു വലുപ്പം തന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. വരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണണം കേട്ടോ.